നമസ്കാരം, ഞാൻ റെൻസോയ്. ഇത് ചരിത്രമുറങ്ങുന്ന രാമപുരം. അതെ, എളിമയുടെ, ശാന്തിയുടെ, വിനയത്തിൻ്റെ, നിഷ്കളങ്കമായ പെരുമാറ്റ ശൈലിയുടെ മൂർത്തിഭാവമായി മാറിയ തേവർപ്പറമ്പിൽ ദൈവദാസൻ കുഞ്ഞച്ചൻ്റെ പാദസ്പർശനത്താൽ പുളകിതമായ രാമപുരം. കുഞ്ഞച്ചൻ മിഷണറി ഭവനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കുഞ്ഞച്ചൻ മിഷണറി ഭവൻ്റെ പ്രത്യേക ഡോക്യുമെൻ്ററിയിലേക്ക്. രാമപുരം കുഞ്ഞച്ചൻ മിഷണറി ഭവന്റെ പ്രത്യേക ഡോക്യുമെൻ്ററിയിൽ എന്നോടൊപ്പം ചേരുന്നു ഇതിൻ്റെ കോർഡിനേറ്റർ കൂടിയായ ബിനോയ് ഉടുപുഴ സാറ്. അതോടൊപ്പം തന്നെ വിൻസെൻ്റ് പോളിൻ്റെ പ്രവർത്തകരൊക്കെയാണ് ഈ നിമിഷത്തിൽ എന്നോടൊപ്പം ചേർന്ന് ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒറ്റ നോട്ടത്തിൽ വിലയിരുത്തുന്നത്. സ്വാഗതം സാർ. 1999 വിൻസെൻ്റ് പോളിൻ്റെ പ്രവർത്തകരുമായി സഹകരിച്ച് ഈ പ്രസ്ഥാനം പടുത്തുയർത്തിയത്. പിന്നീട് അങ്ങോട്ട് വിജയത്തിൻ്റെ നീണ്ട പതിറ്റാണ്ടുകൾ. നമുക്കറിയാം, ഇതുപോലൊരു സ്ഥാപനമൊക്കെ തുടങ്ങണമെങ്കിൽ, ഇതുപോലൊരു സ്ഥാപനമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായും സഹനവും കഷ്ടപ്പാടുമൊക്കെ ഉണ്ടാകും. എങ്ങനെ നോക്കിക്കാണുന്നു ഇതിൻ്റെ പ്രവർത്തനങ്ങളെ, എങ്ങനെ വിലയിരുത്തുന്നു? സെൻറ്റ് വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുമായിട്ട് ചേർന്ന് ഒരു വിൻസെഷൻ ആധ്യാത്മികതയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. എങ്കിലും വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ്റെ നാമധേയത്തിലാണ് ഇത് ഇവിടെ ആരംഭിച്ചത്. അപ്പം ആ കുഞ്ഞച്ചൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ചേർന്ന് വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് കുഞ്ഞച്ചൻ മിഷണറി ഭവൻ. നമുക്കറിയാം, ഇതുപോലൊരു സ്ഥാപനം തുടങ്ങുന്നതിൽ ഒരു പ്രചോദനം ഉണ്ടാകുമല്ലോ. അല്ലാതെ നമ്മളിപ്പോൾ പെട്ടെന്നൊരു സ്ഥാപനം തുടങ്ങിയല്ലോ. എന്തെങ്കിലും ഒരു ദൈവവിളി ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ പ്ലാനൊക്കെ ഉണ്ടാകും. എന്താണ് ഈ സ്ഥാപനം തുടങ്ങാനുള്ള പ്രചോദനമായി മാറിയത്? ഞാൻ 1995 ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടിയായിരുന്നു. ആ സമയത്ത് കിട്ടിയ ഒരു ഉൾപ്രേരണയിൽ നിന്നുമാണ് 97 ചെറിയ തോതിൽ ഞാൻ എൻ്റെ കടയിൽ ആരംഭിച്ചത്. ഞാൻ 99 വിൻസെൻ്റ് പോൾ സൊസൈറ്റി ചേരുവും 99 തന്നെ അത് വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുടെ ഒരു പ്രൊജക്റ്റായി മാറുകയും കഴിഞ്ഞ 25 വർഷമായിട്ട് ആ ഒരു നിലനിൽപ്പിലുമാണ് മുമ്പോട്ട് പോന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ വന്നപ്പോൾ ശ്രദ്ധിക്കുകയുണ്ടായി, ആരാരുമില്ലാത്ത രോഗികൾ, ആരാരും ശ്രദ്ധിക്കപ്പെടാതെ ഉള്ള ആളുകൾ, പല വിഷമങ്ങൾ സഹിക്കുന്ന ആളുകൾ, മാനസിക വ്യത അനുഭവിക്കുന്ന മക്കൾ, ഇവരൊക്കെ ഒരു കരുതലും കൈത്താങ്ങുമായി മാറുകയാണ് ഈ സ്ഥാപനം എന്ന കാര്യത്തിൽ സംശയമില്ല. ശരിയല്ലേ? എന്താണ് പറയാനുള്ളത്? പലപ്പോഴും ആ ഒരു മേഖലയിൽ അത് തന്നെയാണ്. ഒന്ന് വഴി കിടക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ തീരെ പാവപ്പെട്ട വീടുകളിൽ നിന്നൊക്കെ പ്രത്യേക സാഹചര്യങ്ങളിൽ വീട്ടിൽ നിർത്തി പരിപാലിക്കാൻ, അതായത് മരുന്ന് കൊടുക്കാൻ അല്ലെങ്കിൽ സാധിക്കാതെ വരുമ്പോൾ വീട്ടിൽ നിരന്തരം മക്കളോട് വഴക്കുണ്ടാക്കുന്ന അവസ്ഥയിലുള്ള മാതാപിതാക്കന്മാർ, ആണുങ്ങളെ ഇവിടെ കൂടുതലായിട്ടുള്ളത്. അപ്പം ഇവിടെയുള്ളവരിൽ എല്ലാം ഈ വീട്ടിൽ നിരന്തരം പ്രശ്നം അല്ലെങ്കിൽ സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നവർ, ഈ രണ്ട് മേഖലയിലുള്ളവർ മദ്യപാനികളായിട്ട് മാറി വന്നവർ, ഇങ്ങനെയുള്ളവരാണ് ഇവിടെയുള്ളത്. അവരെ നമുക്ക് ഈ രീതിയിൽ തന്നെ സംരക്ഷിക്കാൻ ഒരു സ്ഥാപനത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിലൂടെ ആ വീട്ടുകാർക്കും ആ നാട്ടുകാർക്കും ഒരു പരിധിവരെ ഒരു കൈത്താങ്ങ് തന്നെയാണ് സ്ഥാപനം. ഞാനിവിടെ വന്നപ്പോൾ ശ്രദ്ധിക്കുകയുണ്ടായി, വിൻസെൻ്റ് പോളിൻ്റെ പ്രവർത്തകർ ബിനോയ് സാറിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. അവരൊക്കെ കൂട്ടായ പരിശ്രമത്തിൻ്റെയും കൂട്ടായ ഒരു ഐക്യത്തിൻ്റെയും, അതായത് നിങ്ങളുടെ ഒരു ഒത്തൊരുമയാണ് ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചാൽ അംഗീകരിക്കാമോ? ഒരാളെ കൊണ്ട് തന്നെ ഇത് പറ്റുമോ? ഒരിക്കലും പറ്റുകയില്ല. അപ്പോൾ ഒരു സപ്പോർട്ട് ആവശ്യമാണ്. അതിന് സപ്പോർട്ട് നൽകുന്നവരാണ് ഈ നല്ലവരായ ഈ ആളുകൾ, അല്ലേ? ഇവരെ കിട്ടിയത് സാറിൻ്റെ ഒരു ഭാഗ്യമല്ലേ? ഇവരുടെ സഹകരണത്തോടു കൂടിയല്ലേ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ശരിയല്ലേ? ശരി. ഞാൻ ഏതാണ്ട് 25 വർഷം മുമ്പ് തുടങ്ങുമ്പോൾ തന്നെ മാത്തുക്കുട്ടി എൻ്റെ കൂടെ ഉള്ളയാളാണ്. മാത്തുക്കുട്ടി അന്ന് തന്നെ ഈ കരിസ്മാറ്റിക് നവീകരണ ബോധ്യത്തിൽ ആദ്യം മുതൽ തന്നെ മുമ്പോട്ടുണ്ട്. ഞങ്ങൾ ഒരു ആശുപത്രി ഭക്ഷണം കൊടുത്തൊക്കെയാണ് അന്നത്തെ കാലത്ത് ബന്ധം വന്നത്. അന്ന് മുതൽ രാവിലെ മുതൽ വീട്ടിൽ നിന്ന് വന്ന് ഇവിടെ പ്രവർത്തിക്കുന്നവരും മറ്റു കാര്യങ്ങളിൽ സഹകരിക്കുന്നവരും പല മേഖലകളിൽ, ഇപ്പോൾ ഒരു വിൻസെൻ്റ് പോൾ എടുക്കുമ്പോൾ എല്ലാവരും ഇവിടെ വന്ന് 24 മണിക്കൂർ ശുശ്രൂഷ ചെയ്യുന്നവരല്ല, പല മേഖലകളിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു പ്രസ്ഥാനം പോകണമെങ്കിൽ അതിൻ്റെ പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരുമാണ്. അപ്പോൾ എല്ലാവരും പല മേഖലകളിൽ ജോലി ചെയ്യുമ്പോൾ ഈ സ്ഥാപനം നമുക്ക് ഒന്നിച്ചു കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും.
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബിനോയ് സാറിനോട് ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുടെ നല്ലവരായ ആളുകൾ. അവരുടെ പ്രതികരണവും ഈ ഡോക്യുമെൻ്ററിയിൽ നമുക്ക് ആരായേണ്ടതുണ്ട്. അതിലേക്ക് എന്താണ് സാർ പറയാനുള്ളത്? സ്ഥാപനത്തെ പറ്റി പറയുമ്പോൾ ദൈവപരിപാലനയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അനുദിനം ദൈവപരിപാലനയിലാണ് ഈ സ്ഥാപനം മുമ്പോട്ട് പോകുന്നത്. ഭക്ഷണം ഓരോ ദിവസവും തന്നെ സ്പോൺസറിംഗ് ആയിട്ട് ആൾക്കാർ വരികയും ഇവിടെ വന്ന് ഭക്ഷണം വിളമ്പി തരികയും ഇവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും വിളമ്പി തരികയും ചെയ്യാറുണ്ട്. അവർ വളരെ സന്തോഷത്തോടു കൂടി മടങ്ങുന്നത് കാണുന്നുണ്ട് നമ്മൾ. അതുപോലെ തന്നെ അവർ പിറ്റേ വർഷവും അവർ ആ സമയമാകുമ്പം വരികയും ഇവിടെ ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും ദൈവപരിപാലനയിലാണ് ഇത് സ്ഥാപനം മുമ്പോട്ട് പോകുന്നത്. ഈ ഡോക്യുമെൻ്ററി ഇവിടെ ചെയ്യാൻ വന്നപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. കാരണം നിങ്ങളൊക്കെ ഒരു ടീമായിട്ട് പ്രവർത്തിക്കുന്നു. ഒരു ടീമായി പ്രവർത്തിച്ചാലേ ഏതൊരു പ്രസ്ഥാനവും ഏതൊരു സംരംഭമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. നല്ലവരായ കുറേ ആളുകൾ. എന്താണ് പറയുന്നത്? വിനയോടൊത്ത് ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ സാധിച്ച ഒരു വലിയ ദൈവഭാഗ്യമായിട്ട് ഞാൻ കണക്കുകൂട്ടുന്നു. എത്ര വർഷമായിട്ടുണ്ട് സാർ? ഞാനൊരു 20 വർഷമായിട്ടുണ്ട്. എങ്ങനെയാണ് ഇങ്ങോട്ടൊരു വരവ്? എങ്ങനെയാണ് ഇതിനിങ്ങോട്ടൊരു എൻട്രി? എങ്ങനെയാണ്? എനിക്ക് ഈ പൊതുവേ താല്പര്യമുണ്ട് ഇങ്ങനെ രോഗികളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത്. അപ്പോൾ ബിനോയ് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വരുന്നു. എനിക്കിവിടെ വരുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഇവരെ ശുശ്രൂഷിക്കാനും ഇവരുടെ കാര്യങ്ങളിൽ ഇടപെടാനും. സാർ എന്ത് ജോലിയായിരുന്നു? എനിക്ക് കൃഷിയാണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. ഞാനും വരുന്നുണ്ട്, എൻ്റെ വൈഫും വരുന്നുണ്ട്. ഇവരെല്ലാവരുമായിട്ട് നല്ല പരിചയമാണ്. വിൻസെൻ്റ് പോളിലുണ്ടായിരുന്നു. ഇവരെയൊക്കെ സഹായിക്കുമ്പോൾ ശുശ്രൂഷ ചെയ്യുമ്പോഴും ദൈവം നമുക്ക് ഒത്തിരി അനുഗ്രഹം തരുന്നുണ്ട്. നമുക്ക് വളരെയധികം ഒരു പിന്നെ നമുക്കൊരു എനർജി വരുവാണ് ഇവരെ വന്ന് കാണുമ്പോൾ ഇവരുടെ ആ സ്നേഹം, നമ്മളോട് കാണിക്കുന്ന ആ സ്നേഹം, നമുക്ക് ഇവരോടുള്ള ആ ഒരു കരുതൽ എല്ലാവരും വലിയൊരു ഇതാണ്. പിന്നെ ഓരോ ദിവസവും ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ദൈവ പരിപാലന, അല്ലാണ്ട് മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യങ്ങളല്ല ഇവിടെ നടക്കുന്നത്. ഈ 1999 ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ ഞാനും ബിനോയും വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുടെ രാമപുരത്ത് ഞാൻ പ്രസിഡൻറ്റും ബിനോയ് സെക്രട്ടറിയുമായി പ്രവർത്തിക്കുന്ന സമയത്താണ് ഈ സ്ഥാപനം തുടങ്ങുന്നത്. ബിനോയ് മുൻകൈ എടുത്ത് തുടങ്ങിയൊരു കാര്യമാണ്. ആ കൂടെ മാത്തുക്കുട്ടിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വിൻസെൻ്റ് പോൾ സൊസൈറ്റി ഈ പ്രവർത്തനങ്ങൾ നല്ലതാണെന്ന് എന്ന് ഞങ്ങൾക്ക് ബോധ്യം വന്നതുകൊണ്ട് ഞങ്ങൾ കൂടെ കൂടി അന്ന് മുതൽ ഇത് വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുടെ ഒരു പ്രോജക്റ്റായിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത്. ഞങ്ങൾ ഒരു ടീമായിട്ട് എല്ലാവരും കൂടെ സന്തോഷമായിട്ട് പോകുന്നു. ഈ പ്രവർത്തനങ്ങൾ ഒക്കെ ഒത്തിരി ദൈവാനുഗ്രഹങ്ങൾ കിട്ടുന്നുവെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. എന്നോടൊപ്പം വിൻസെൻ്റ് പോളിൻ്റെ രൂപത പ്രസിഡന്റ് ബേബി ജോസഫ് സാറാണ്. നമുക്കറിയാം സാറിനെ കുറിച്ച് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് സാറിനെ പരിചയപ്പെടുന്നത്. സാറ് മൂലമറ്റം കോളേജിലെ അധ്യാപകനായിരുന്നു. അതിനുശേഷം റിട്ടയർ ചെയ്തു അല്ലേ? ഇപ്പോൾ ഈ പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്തു. ഈ ശുശ്രൂഷയിൽ നല്ല ഏറ്റവും ഭംഗിയായ രീതിയിൽ കൊണ്ടുപോകുന്നൊക്കെ, അതായത് ഈ ടീമിനെ നയിക്കുന്നത് സാറാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സാറിൻ്റെ അഭിപ്രായം തേടാം. സാറിന് എന്താ പറയാനുള്ളത് എന്ന് നമുക്ക് ഈ അവസരത്തിൽ കേൾക്കാം. സാറിൻ്റെ പ്രതികരണത്തിലേക്ക്. ഞാൻ ബേബി ജോസഫ്, പാലാ CCയുടെ പ്രസിഡൻ്റാണ്. അപ്പോൾ ഈ പ്രസ്ഥാനം തുടങ്ങിയ അന്ന് മുതൽ ഏതാണ്ട് 1999 മുതൽ വിൻസെൻ്റ് പോളുമായിട്ട് സഹകരിച്ചു പോകുന്ന ഒരു വലിയ ജീവകാരുണ്യ പ്രസ്ഥാനമാണ് കുഞ്ഞച്ചൻ മിഷണറി ഭവൻ. രാമപുരം ACയുടെ നേതൃത്വത്തിലാണ് ഇത് ഒരു പ്രോജക്റ്റായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ACയിലുള്ള വിവിധ കോൺഫറൻസുകൾ ഇതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായിട്ടും മറ്റുള്ള സഹായം ചെയ്തു പോകുന്നുണ്ട്. അതുപോലെ തന്നെ പാലാ CCയിലെ മിക്കവാറും എല്ലാ കോൺഫറൻസുകളും തന്നെ ഇവിടെ വരികയും ഇവിടെയുള്ള അന്തേവാസികൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയും സാമ്പത്തികമായിട്ടും മറ്റു പല രീതിയിലും സഹായിച്ചു കൊണ്ടുപോകുന്ന ഒരു വലിയ ഒരു ജീവകാരുണ്യ പ്രസ്ഥാനമാണ്. സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് ധാരാളം സ്ഥാപനങ്ങളുണ്ടല്ലോ. സാറൊരു രാമപുരം കാരണമായതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു ഇൻറ്റിമസി വന്നത്? തീർച്ചയായിട്ടും ഇത് രാമപുരത്തിൻ്റെതായിട്ടുള്ളൊരു വലിയ പ്രസ്ഥാനമാണ്. രാമപുരംകാർക്ക് ഒരു ക്രൈസ്തവ ജീവിതം നയിക്കാൻ വേണ്ടി ഉതകുന്ന, എങ്ങനെ നമുക്കുള്ള വിശ്വാസം, ക്രിസ്തുവുള്ള വിശ്വാസം പ്രായോഗികമായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും, അതിന് ഉതകുന്ന വലിയൊരു പ്രസ്ഥാനം. ഒരു ചെറിയ കാര്യം, ഇത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയാവുമെന്ന കാര്യത്തിൽ സംശയമുണ്ടോ? യാതൊരു സംശയമില്ല, വലിയൊരു മാതൃക. മറ്റെന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ സാറിന് ഈ അവസരത്തിൽ? ഞാൻ പറഞ്ഞു, നമ്മുടെ ഇത് ഈ ഒരു സ്ഥാപനം എന്ന രീതിയിൽ നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ട്, മറ്റെല്ലാ സ്ഥാപനങ്ങളും തന്നെ വളരെ പക്ക ബിൽഡിംഗ് ഉള്ള സ്ഥാപനമാണ്, വേണ്ടത്ര എല്ലാ സൗകര്യങ്ങളുണ്ട്. പക്ഷേ ഇത് നമ്മളൊരു 19 വർഷമായിട്ട് 25 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അപ്പോൾ ഇതിൻ്റെ മെയിൻ ബ്ലോക്ക് ഇപ്പോൾ നമുക്ക് നന്നാക്കേണ്ടതായിട്ടൊരവസ്ഥ വന്നിട്ടുണ്ട്. ആ രീതിയിൽ പൊതുജനത്തിൻ്റെ എല്ലാവരുടെയും സുമനസ്സുകളുടെ സഹായം വളരെ വേണ്ടി വരുന്ന
ഒരു സാഹചര്യത്തിലൂടെ അപ്പോൾ ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കും. ആരെയും ഇതുപോലുള്ള ആളുകൾക്ക് കൂടുതലും സമൂഹത്തിലൊരു അവഗണനയുണ്ട്, ശരിയല്ല സാർ? തീർച്ചയായിട്ടും ഇവരെ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾ സഹായിക്കുമ്പോൾ ഇവർ സമൂഹത്തിൽ നല്ല രീതിയിൽ എത്തുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. പിന്നെ തീർച്ചയായും നല്ല മനുഷ്യരാകാനുള്ള ഒരു ട്രെയിനിങ് ആണ് ഇവിടെ കിട്ടുന്നത്. ബേബി ജോസഫ് സാറാണ് നമ്മളോടൊപ്പം ചേർന്ന് ഈ ഡോക്യുമെൻ്ററിയിൽ എന്നോടൊപ്പം ചേർന്ന് പ്രതികരിച്ചത്. ഇങ്ങനെയായിരുന്നു സാറിൻ്റെ പ്രതികരണം. ഈ സ്ഥാപനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, ഈ സ്ഥാപനം മറ്റുള്ളവർക്ക് എങ്ങനെ മാതൃകയായി തീർന്നു എന്നൊക്കെ സാറ് നമ്മോട് പ്രതികരിക്കുകയായിരുന്നു. സാറിൻ്റെ വിലയേറിയ പ്രതികരണത്തിന് ഹൃദയംഗമായ നന്ദി. ഞാൻ ഈ ഡോക്യുമെൻ്ററി എടുക്കാൻ വളരെ നേരത്തെ ഇവിടെ എത്തിയിരുന്നു. അപ്പോൾ ഞാൻ പരിചയപ്പെട്ടത് നല്ല അധ്യാപകരെയൊക്കെയാണ്. മറ്റൊരു അധ്യാപകനാണ്, ഫെഡറിക് സാറാണ്. ഫെഡറിക് സാറാണ് ഇപ്പം നമ്മോടൊപ്പം ചേരുന്നത്. ഫെഡറിക് സാറ് അധ്യാപകനാണ്, അതോടൊപ്പം തന്നെ വിൻസെൻ്റ് പോളിൻ്റെ ഏരിയ കൗൺസിലർ കൂടിയാണ്. ഏറ്റവും മനോഹരമായി AC-യുടെ കീഴിൽ വിൻസെൻ്റ് പോൾ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നയാളാണ് ബിനോയ്. രാമൂരം AC-യെ സംബന്ധിച്ചിടത്തോളം AC-യുടെ ഏറ്റവും മനോഹരമായ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ളതിൽ യേശുവിനെ ദർശിച്ചുകൊണ്ട് തന്നെ അവർക്കുള്ള ശുശ്രൂഷ നൽകുക, അവരെ മനുഷ്യരാക്കി തീർക്കുക, അതിനുവേണ്ടി 24 മണിക്കൂറും അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നയാളാണ് പ്രിയങ്കരനായ ബിനോയ്. ആദ്യം തൊട്ടേ അധ്വാനിക്കുന്നവരാണ് മാത്തുക്കുട്ടി, ജോർജ് കുട്ടി. ആദ്യകാലത്ത് തന്നെയുള്ള കോർഡിനേറ്ററാണ് ഞങ്ങളുടെ അപ്പച്ചൻ ചേട്ടൻ. ഇപ്പോൾ രൂപതാ പ്രസിഡൻ്റായിട്ടുള്ള ബേബി സാറ് ആദ്യകാലം തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ സെക്രട്ടറിയാണ് ഇദ്ദേഹം, പോൾ അച്ചാമ്പുറം. ഇങ്ങനെ എല്ലാവരോടുമുള്ളൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എങ്കിലും ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നത് ഇവരാണ്. ഇവരുടെ അധ്വാന ഫലം ചെറിയൊരു സപ്പോർട്ട് മാത്രം ഉള്ളതായിരിക്കും അല്ലേ? ഞങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇത് കൂടാതെ 3-4 സ്ഥാപനങ്ങളുടെ ഇതൊരു സഹോദര സ്ഥാപനങ്ങളായി വർക്ക് ചെയ്യുന്നു. ഇതെല്ലാം ദൈവകാരുണ്യത്തിൻ്റെ, ദൈവകൃപയുടെ വളരെ പ്രകടമായിട്ടുള്ള ഒരവസ്ഥയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുക. കുറച്ചും കൂടെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള, കുറച്ചും കൂടെ നല്ല രീതിയിൽ പോകുന്നതിനുള്ള നിങ്ങൾ പല സ്ട്രാറ്റജി നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇനി കൂടുതൽ സ്ഥാപനങ്ങളെ നമുക്ക് പ്രതീക്ഷിക്കാമോ? അല്പം കൂടെയൊക്കെ ഇതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട്. അല്പം കൂടിയൊക്കെ സാമ്പത്തികമായിട്ടുള്ള കളക്ഷനിലൊക്കെ കൂടെ ഇത് കുറച്ചുകൂടെ മെച്ചമാക്കാമെന്ന് വിചാരിക്കുകയാണ്. പക്ഷെ ഞങ്ങളുടെ ഏറ്റവും വലിയ മൂലധനം എന്ന് പറയുന്നത് ദൈവകാരുണ്യമാണ്, ദൈവകൃപയാണ്. മറ്റ് യാതൊരുവിധ മൂലധനവും ഇല്ലാതെ ഇത്ര മനോഹരമായിട്ട് ഇത് മുൻപോട്ട് പോവുകയാണ്. മറ്റെന്തെങ്കിലും സാധനം പറയാനുണ്ടോ? മുൻപോട്ടുള്ള പ്രവർത്തനങ്ങളിൽ നല്ലവരായ സുമനസ്സുകളുടെ എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ തന്നെ ധാരാളം പേര് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ മുൻപോട്ട് പോകുന്നത്. കൂടുതൽ സുമനസ്സുകൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് പോൾ സെബാസ്റ്റ്യൻ. ഞാനൊരു എക്സ് മിലിറ്ററി ഇൻസ്ട്രക്ടറാണ്. ഇപ്പം ഏരിയ കൗൺസിൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇതിനെപ്പറ്റി പറയുമ്പോൾ വിൻസെൻഷൻ ചൈതന്യത്തോടുകൂടി നമ്മുടെ പ്രസിഡന്റ് ഫെഡറിക് ഓസാനാൻ പറഞ്ഞ പോലെ വിൻസെൻഷൻ ചൈതന്യത്തോടുകൂടി പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണെന്ന് യാക്കോസ് ലീവ പറഞ്ഞതിനോട് അനുസൃതമായിട്ട് സുമനസ്സുകളുടെ സഹകരണത്തോടു കൂടി, കാരുണ്യമുള്ള മനസ്സുകളുടെ സഹകരണത്തോടു കൂടി നമ്മുടെ പ്രിയപ്പെട്ട ബ്രദർ ബിനോയുടെയും മാത്തുക്കുട്ടി ബ്രദറിൻ്റെയും അതുപോലെ എല്ലാ വിൻസെൻഷൻ സഹോദരങ്ങളുടെയും സഹകരണത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ കുഞ്ഞച്ചൻ മിഷണറി ഭവൻ. ഇതിൻ്റെ സപ്പോർട്ടായിട്ട് പലരും ഇവിടെ വന്ന് പല സ്പോൺസർഷിപ്പ് ചെയ്യാറുണ്ട്. ഉച്ചഭക്ഷണം സ്പോൺസർ ചെയ്യാറുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് സ്പോൺസർ ചെയ്യാറുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഇടവിലൊക്കെ പിടിയേരി ശേഖരണം നടത്തി കുഞ്ഞച്ചൻ മിഷണറി ഭവന് കൊടുക്കുന്നുണ്ട്. അതുപോലെ നല്ല കാരുണ്യമുള്ള മനസ്സുകൾ ഒന്നിച്ചു ചേർന്നാൽ ദൈവപരിപാലനയോടുകൂടി എന്തും നടത്താമെന്ന് തെളിയിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കുഞ്ഞച്ചൻ മിഷണറി ഭവൻ. അപ്പോൾ ഇതിന് തീർച്ചയായിട്ടും ഇവർ സൂചിപ്പിച്ച പോലെ ഇനിയും ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടാനുണ്ട്. അതിലേക്കായിട്ടൊരു കാൽവെപ്പ് ഞങ്ങൾ നടത്താൻ പോവുകയാണ്. കൂടുതൽ നന്മയുള്ള കാരുണ്യമുള്ള ആൾക്കാരെ സമീപിച്ച് അവരുടെ സപ്പോർട്ട് കൂടി നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് ഇവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ട വളരെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നല്ലൊരു ജീവിത സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്ത ഉദ്യമം. സാറേ, നമ്മളിങ്ങനെയൊക്കെ നിങ്ങളുടെ ഒരു പ്രവർത്തനങ്ങൾ മാതൃകയായി മാറുമ്പോൾ അത് കണ്ടുകൊണ്ട് ആളുകൾ നിങ്ങളിലേക്ക് കൂടുതൽ കടന്നു വരുന്നുണ്ടോ? തീർച്ചയായിട്ടും സമൂഹത്തിൽ ഒരുപാട്
സഹായിക്കാൻ താല്പര്യമുള്ള മനസ്സുകളുണ്ട്. അപ്പം നമ്മൾ നന്നായിട്ട് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും അവർ ആകർഷിക്കപ്പെടും. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആൾക്കാരെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന കാര്യം. മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക. തീർച്ചയായിട്ടും ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ട്, അവരെ സമീപിക്കുക, അവരെയും കൂടുതൽ നന്മ പ്രവർത്തികളിലും കാരുണ്യ പ്രവർത്തനങ്ങളിലും അവരെ വ്യാപൃതരാക്കുക എന്നുള്ള ഒരു ഉദ്ദേശവും ഞങ്ങൾക്കുണ്ട്. എൻ്റെ പേര് സാലി ബേബി അരീക്കൽ രാമപുരമാണ്. ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 7 വർഷത്തോളമായി. ഇവിടെ എല്ലാവരും മാനസിക രോഗികളാണ്. നമുക്കിവിടെ 112ഓളം മാനസിക രോഗികളാണ് ഉള്ളത്. ക്ലീനിങ് ജോലിക്കായിട്ട് നമുക്ക് 6 ശുശ്രൂഷകളോളം നമ്മുടെ ക്ലീനിങ് മേഖലയിലുണ്ട്. അവരെല്ലാവരും തന്നെ 9 മണി കഴിയുമ്പോൾ തന്നെ എല്ലാ റൂമുകളും ക്ലീൻ ചെയ്യുകയും എല്ലാ രോഗികളുടെ ഡ്രസ്സുകൾ മാറുകയും അവർക്ക് വേണ്ട എല്ലാ ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് ഇവിടെ വർക്ക് ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ രോഗികളുടെ കൂടെ ഇവിടെ നോക്കുവാൻ ആരുമില്ല, ഇവർക്ക് സ്നേഹം കൊടുക്കുവാൻ ആരുമില്ല. നമുക്കുള്ള സ്നേഹം നമ്മൾക്ക് ഇവർക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ റിമുണറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തുച്ഛമായ വേതനമാണെങ്കിലും നമുക്ക് ബാക്കി മേഖലകളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ഒരു സാക്ഷ്യപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്ത കുട്ടി +2 പാസ്സായതിനു ശേഷം 98% മാർക്കുണ്ടായിരുന്നു. എന്നിട്ടും നമുക്ക് ഗവൺമെൻറ്റിൽ നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടാൻ വളരെ പ്രയാസമായിരുന്നു. എന്തായാലും കർത്താവ് ഇവിടെ വർക്ക് ചെയ്തത് മൂലമാണോ എന്നെനിക്കറിയില്ല. എന്നാലും കർത്താവിൻ്റെ വലിയ അനുഗ്രഹത്താൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് നിമിഷത്തിൽ 50ാമത്തെ കുട്ടിക്കുള്ള അഡ്മിഷൻ എൻ്റെ മോൾക്ക് ലഭിക്കുകയാണ് കിട്ടിയത്. അത് ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ സേവനം ചെയ്യുന്നതിൻ്റെ ഒരു പ്രതിഫലമാണ് എന്ന് ഞാൻ കരുതുന്നുണ്ട്. ഇന്ന് ഈ ഭവനത്തിൽ സ്നേഹവിരുന്നൊരുക്കിയത് ഉഴവൂർ മുക്കാപ്പള്ളി കുടുംബാംഗങ്ങളാണ്. അവരിപ്പോൾ എന്നോടൊപ്പമുണ്ട്. എന്തായിരുന്നു സാർ ഇതിനുതകുന്ന ഒരു സാഹചര്യം? അമ്മച്ചി മരിച്ചിട്ട് 24 വർഷം ആവുകയാണ്. നാളെ കഴിഞ്ഞാണ് ആ ഡേറ്റ്. 24 വർഷമായി ഞങ്ങളുടെ അമ്മച്ചി മരിച്ചിട്ട്. ഞങ്ങൾ 8 പേരാണ് സഹോദരങ്ങളുള്ളത്. എൻ്റെ മൂത്ത സഹോദരി മരിച്ചിട്ട് 6 വർഷം കഴിഞ്ഞു. രണ്ടാമത്തെ പുള്ളി ഞാൻ, അതിന് താഴെയുള്ളതാണ് എൻ്റെ അനിയൻ തോമസ് എന്ന് പറഞ്ഞത്. ബാക്കിയുള്ളവരെല്ലാം അമേരിക്കയിലും ഒക്കെയാണ് എല്ലാവരും. അപ്പോൾ നമുക്കൊരു മനസ്സിന് ഇങ്ങനെ ഓരോ കാര്യം ഓരോ വർഷവും ഇതിൻ്റെ എവിടെയെങ്കിലും ഒരു അനാഥയുടെ ഒരു ഫുഡ് കൊടുക്കുന്നുള്ളതാണ്. ഇവിടെ നേരത്തെ വന്നിട്ടുണ്ടോ സാറേ? ഞാൻ വന്നിട്ടുണ്ട്. ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്ക് അതിന് തോന്നിയല്ലേ? അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പ്രാവശ്യം ഇവിടെ ആകാൻ വെച്ചത്. അത് ഉയരുണ്ട്, വേറെ ഉയരും പലയിടത്തും ഉണ്ട്, പക്ഷേ ഇവിടെയും വന്നിട്ടുണ്ട് എല്ലാവർക്കും. ഏതൊക്കെയായാലും നിങ്ങളുടെ നല്ല പ്രവർത്തനങ്ങളെ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഒപ്പം പ്രതികരണത്തിന് ഹൃദയംഗമായി നന്ദി. താങ്ക് യു. എന്താണ് സാറേ ഈ സ്ഥാപനത്തെക്കുറിച്ച് മൊത്തത്തിൽ പറയാനുള്ളത്? എത്ര പേരുണ്ട് ഇവിടെ? നമുക്കറിയാം ഓട്ടിസം ബാധിച്ച കുട്ടികൾ വരെ ഇവിടെ ഉണ്ട്, ശ്രദ്ധിക്കപ്പെട്ടു. എന്താണ് മൊത്തത്തിൽ പറയാനുള്ളത്? നമുക്ക് മൊത്തം ഇപ്പം 112 പേരാണ് ഉള്ളത് ഇവിടെ. പക്ഷേ നമുക്ക് 80 പേർക്കുള്ള സൗകര്യമുള്ളൂ. പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആളെ കൂടുതൽ എടുക്കേണ്ടി വന്നേക്കുന്ന, പ്രത്യേകിച്ച് ഇപ്പം അവസാനം പറഞ്ഞ് ഞാനൊരു കാര്യം ശ്രദ്ധിക്കുകയുണ്ടായി. മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യാനും ഡോക്യുമെൻ്ററി എടുക്കാനും ഒക്കെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ MR ആയിട്ടുള്ള, അതായത് ഓട്ടിസം ബാധിച്ച കുട്ടികളൊന്നും, ഇത്രയും പ്രായം കുറഞ്ഞ കുട്ടികളൊന്നും ഒരു സ്ഥാപനത്തിലും ഇല്ല. ഇവരെയൊക്കെ സ്ഥാപനത്തിലോട്ട് എടുക്കുമ്പോൾ ധാരാളം റിസ്ക് ഒക്കെ ഉണ്ട്, ശരിയല്ലേ? ശരി. എന്താണ് സാറിനൊരു പ്രചോദനം? ഇവരെ നോക്കാനുള്ളൊരു വിശ്വാസം സാറിനുണ്ടോ? ഞാൻ ചങ്ങനാശ്ശേരി കുന്നന്താനത്തെ ബ്രോഡൻ ഹോം സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് പോയപ്പോൾ അവരെ കാണാൻ വേണ്ടി കാരണമായി. ഇന്ന് അവരനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് 18 വയസ്സ് കഴിഞ്ഞ പിള്ളേരെ നോക്കാൻ വേണ്ടി നിയമമില്ലാത്തൊരവസ്ഥ. ആ സാഹചര്യത്തിൽ അവർക്ക് 18 വയസ്സ് കഴിഞ്ഞവരെ മാറ്റാൻ കേരളത്തിലൊരു സ്ഥാപനം കണ്ടെത്താൻ പറ്റിയില്ല. അപ്പം ആ ഒരു പശ്ചാത്തലത്തിൽ അവർ നമ്മളോട് ചോദിക്കുമോ, നമ്മൾ ഇട കുറവാണെങ്കിലും ആദ്യത്തെ ഘട്ടത്തിൽ ഒരു 12 പേരെ സ്വീകരിച്ചു, ഒരു 5 പേരെയും കൂടെ അവിടുന്ന് സ്വീകരിച്ചു. ഇതിനകത്തൊരു ചെറിയ കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നു സാറിനോടൊപ്പം സഹായിക്കുന്ന നല്ലവരായ കുറേ ആളുകളുണ്ടല്ലോ. ഈ രാമപുരത്തെ നല്ലവരായ മനുഷ്യരെ ഒക്കെ സഹായം കൊണ്ട് വേണമെങ്കിൽ അവർ സഹായിക്കുകയാണെങ്കിൽ, ആ സഹായം അവർക്ക് സംതൃപ്തിയോടെ അവർ സഹായിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള കുട്ടികൾക്ക് വേണം നമുക്കൊരു സ്ഥാപനം ശരിയാക്കാം, അല്ലേ? നമുക്ക് ഏതായാലും ഒരു ദൈവപരിപാലന എന്ന് പറയുന്നത്, ഈ കുട്ടികളെ നമ്മൾ എടുത്തു കഴിഞ്ഞപ്പം ഇവിടെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അരീക്കരയിൽ നിന്നും ബിജു എറികാട്ട് എന്ന് പറയുന്ന ഒരാളും ഫാമിലിയും കൂടെ വന്നിരുന്നു. അവർക്ക് ആ കുട്ടികളെ കണ്ടപ്പം പ്രത്യേക പ്രേരണ തോന്നുന്നു. അവർ അരീക്കര ഇടവകയിൽ
അവർ ഒരേക്കർ സ്ഥലവും ഒരു ബിൽഡിങ്ങും, അതായത് ഒരു 20 പിള്ളേരെ താമസിപ്പിക്കാനുള്ള ഒരു ക്രമീകരണവും ചെയ്ത് അവർ വാഗ്ദാനം ചെയ്യും, പണി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊരു വലിയ ദൈവപരിപാലനയാണ്. ഇവിടെ കൂടുതലായിട്ടുള്ള കുറച്ച് കുട്ടികളെ അവർക്ക് നോക്കാനുള്ള ഒരു പ്രേരണ. ഇതുപോലൊരു സ്ഥാപനം നടത്തുന്ന ആളുകൾ പറയാറുണ്ട്, ചിലപ്പം ഒരു രാവിലെയൊക്കെ ഏറ്റു വരുമ്പോൾ ഒരു പ്രതീക്ഷയില്ലായിരിക്കും, നമ്മുടെ ചിലവുകളൊക്കെ നടത്താൻ ഒരു മാർഗ്ഗവും ഇല്ലായിരിക്കും, പക്ഷെ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് സംഭവിക്കുമെന്ന് ശരിയാണോ? അത് തികച്ചും ആദ്യം മുതലുള്ള ഒരു ദൈവാനുഭവം എല്ലാ സ്ഥാപനങ്ങളുടെയും അതല്ല. ആർക്കും ഒരു കരുതലിയെന്നല്ല കേരളത്തിലെ ഒരു സ്ഥാപനം ഇതുപോലത്തെ മുമ്പോട്ട് പോകുന്നത്. എല്ലാ സ്ഥാപനങ്ങൾക്കും ഇതുപോലെ അനുദിനം ഉണ്ടാകുന്ന ഒരു ദൈവാനുഭവം അവിടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പറയാം. ഇന്ന് നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളിൽ നിന്ന് വീട്ടുകാർ നമ്മൾ പറയുമ്പം പലരെയും വീട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ട്. പക്ഷേ ആ കൊണ്ടുപോകുന്ന ഒരവസ്ഥയിൽ നമുക്ക് അവരുടെ നിസ്സഹായത നമുക്ക് മനസ്സിലാവും. കൊണ്ടുപോകുന്നവർ പലപ്പോഴും ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വീടുകളിൽ നിന്ന് ജോലിക്കായി ഒക്കെ പുറത്തേക്ക് പോകുമ്പോൾ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗത്തിൻ്റെ ആ ബന്ധങ്ങളിൽ അവർ വീണ്ടും വീണുപോവുകയും പഴയ അവസ്ഥയിലേക്ക് അവർ തിരിച്ചാവുകയും 3-4 മാസം കഴിയുമ്പോൾ വീണ്ടും അവരെ സ്ഥാപനങ്ങളിൽ തന്നെ എത്തിക്കേണ്ടിയും വരുന്ന ഒരു ശോചനീയമായ അവസ്ഥ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് ശരിയായ സത്യമാണ് എന്നുള്ളത്. സാർ, അവസാനമായിട്ട് നമുക്ക് സഹോദര സ്ഥാപനങ്ങൾ എത്രയാണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യം നമുക്ക് 2001 ഇതാണ് തുടങ്ങാൻ പറ്റിയത്. ഇവിടെ നിന്ന് നമുക്ക് കുറുപ്പുന്തറയ്ക്കടുത്ത് മാൻവട്ടത്ത് ഒരു AP എൻ്റെ മകളെ നോക്കാൻ വേണ്ടി നമുക്കൊരു സ്ഥാപനം തുടങ്ങാനുള്ള സ്ഥലം തന്നു. എൻ്റെ മകളെയും ആ അമ്മയും ആ അപ്പനെയും നമ്മൾ നോക്കി. കുറുപ്പുന്തറയടുത്ത് മേമുറിപ്പള്ളിയിൽ ഈ 3 പേരെയും AP വൈഫിനെയും മകളെയും നമുക്ക് സംസ്കരിക്കുവാനും പറ്റി. അവിടെ ഇന്ന് നമുക്ക് 60 പേര് താമസിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് മുൻപോട്ട് പോകുന്നു. വീണ്ടും നമുക്ക് ഇവിടെ മറ്റത്തിപ്പാറ ജോസഫ് മലയപ്പറമ്പിൽ അച്ഛന് ഇവിടെ വന്നപ്പം കിട്ടിയ ഒരു ഉൾപ്രേരണയിൽ നിന്നും അച്ഛൻ പത്രമേനി സ്ഥലം 1 ഏക്കർ മാറ്റിവെക്കുകയും കുറച്ച് പത്രമേനി സ്ഥലം വിൽക്കുകയും ചെയ്ത് പൈസ കണ്ടെത്തി അച്ഛൻ്റെ സുഹൃത്തുക്കൾ അച്ഛനെ സഹായിച്ചു. അങ്ങനെ ഒരു 40-80 പേർക്കുള്ള സൗകര്യം ഒരുക്കി 4 വർഷം മുമ്പ് മറ്റത്തിപ്പാറയിലും നമുക്ക് സ്ഥാപനം ആരംഭിക്കാൻ പറ്റി. പിന്നീട് നമുക്ക് പിറവത്തെ മുളക്കുളത്തും രാമപുരത്ത് പള്ളിയുടെ പുറയിൽ റോസറി ഗ്രാമം എന്ന് പറയുന്ന ഒരു ഹൗസിംഗ് ആൾക്കാർക്ക് താമസിക്കുന്ന ഒരു പ്രൊജക്റ്റും അവിടെ നമുക്കൊരു 15 രോഗികളും ഒരു കുടുംബാന്തരീക്ഷത്തിൽ ജീവിക്കാനുള്ള ഒരു പ്രത്യേക ക്രമീകരണം, അതും ഏകസ്ഥരായ സ്ത്രീകൾക്ക് അവരുടെ വീടന്തരീക്ഷത്തിൽ പുനരധിവാസം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രത്യേക പ്രവർത്തന മേഖലയാണ് റോസറി ഗ്രാമം. അങ്ങനെ നമുക്ക് ഏതാണ്ട് ചെറുതും വലുതുമായിട്ട് നമുക്ക് 6 ശുശ്രൂഷാ കേന്ദ്രങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ ഇന്ന് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. സാറേ, നമ്മുടെ ഈ സ്ഥാപനത്തെക്കുറിച്ച് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ സാർ? നമുക്ക് ഈ മേലാത്ത കുട്ടികളുടെ കാര്യം തന്നെ നമ്മൾ എടുക്കാം. ചിലരൊക്കെ ഇന്ന് മാതാപിതാക്കന്മാർ വിളിച്ചു പറയുന്നത്, ഞങ്ങൾ മരിക്കുമ്പോൾ ഞങ്ങളുടെ തളർന്നു കിടക്കുന്ന കൊച്ചിനെ ഒന്ന് എടുക്കണം. അവരുടെ ഒരു ആകെയുള്ള ആവശ്യമാണ്. അവർ മരിക്കുന്നിടം വരെ അവരെ തളർന്നു കിടക്കുന്ന പ്രത്യേകിച്ച് ആൺപിള്ളേരെ നോക്കാൻ ആരും ഇല്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ മരിക്കുമ്പോൾ ഒന്ന് എടുക്കണം എന്നുള്ള ആഗ്രഹം അറിയിച്ച് വിളിക്കുന്ന ഒത്തിരി പേരുണ്ട്. നമുക്ക് അവർക്കെല്ലാം ഉള്ള കെട്ടിട സൗകര്യമില്ല എങ്കിൽ പോലും പലരും പല പ്രദേശത്തും ചെറിയ തോതിൽ ആരംഭിക്കാനുള്ള ഒരു പ്രേരണ തരുന്നുണ്ട്. അത് വലിയൊരു പ്രേരണയായിട്ട് തോന്നുന്നു. അതൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം, നല്ല രീതിയിൽ സ്ഥാപനം മുന്നോട്ട് പോകട്ടെ. താങ്ക് യു സാർ. കുഞ്ഞച്ചൻ മിഷണറി ഭവന്റെ 2ാമത്തെ സ്ഥാപനമായ ആശാഭവൻ മേമുറി. ഞങ്ങൾ ഈ ഡോക്യുമെന്ററി ചെയ്യാൻ എത്തിയപ്പോൾ രാവിലെ എത്തിയപ്പോൾ ധാരാളം നല്ല ആളുകളെ പരിചയപ്പെടുവാൻ ഇടയായി. ബിനോയ് സാറിനോട് ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന നല്ല ആളുകൾ, അതുപോലെ ധാരാളം ആളുകളുണ്ട് ബിനോയ് സാറിനെ ഇവിടെയും സഹായിക്കാൻ. അവരുടെ പ്രതികരണത്തിലേക്ക് ഒക്കെ കടക്കേണ്ടതുണ്ട്. അതിലേക്ക് സാർ എന്താണ് പറയാനുള്ളത്? എങ്ങനെയാണ് ഇങ്ങനെ ഒരു ശുശ്രൂഷയിലേക്ക് വന്നത്? എന്തായിരുന്നു പ്രചോദനം? ആദ്യമായിട്ട് ഞങ്ങളെന്ന് പരിചയപ്പെടുത്താം. ജസ്റ്റ് എൻ്റെ പേര് മാമച്ചനാണ്, ഞാനിതിൻ്റെ സെക്രട്ടറിയാണ്. പിന്നെ ഞങ്ങളുടെ ഇവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ അക്കൗണ്ടൻറ്റ് മിസ്റ്റർ മാത്യു കരിനാട്ട്, പിന്നെ ഞങ്ങളുടെ ഓഫീസ് അസിസ്റ്റൻ്റ് അനിത. വർഷങ്ങളായിട്ട് 2003 മുതൽ ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുകയാണ്. തുടക്കത്തിൽ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ഞങ്ങൾ തുടങ്ങിയത്. എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ.
അപ്പോൾ ആദ്യം ഞങ്ങളൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് പോലെ ഇവിടെ തുടങ്ങി. ഇവിടെ സ്ഥലം സ്പോൺസർ ചെയ്ത കവണാൻ AP ഏട്ടൻ്റെ വീട്ടിലാണ് ഈ 5-8 പുരുഷന്മാരെ താമസിപ്പിച്ചത്. അവർ മാനസിക പ്രശ്നമുള്ളവരായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഞങ്ങൾ അടിസ്ഥാനപരമായിട്ട് ഇവിടെ ഒരു ഡോർമെട്രി പണിത് കഴിഞ്ഞപ്പം ആണുങ്ങളുടെ സ്ഥാപനം രാമപുരത്ത് തന്നെ നിലനിർത്താൻ ബിനോയ് തീരുമാനിച്ചു. അവിടെയുള്ള സ്ത്രീകളെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ടും താല്പര്യപ്പെട്ടു. അപ്പം അങ്ങനെയാണ് ഇവിടെ സ്ത്രീകളുടെ സ്ഥാപനമായിട്ടാണ് ഇതിപ്പോൾ നടന്നു വരുന്നത്. ബിനോയ് സാറിനോട് രാവിലെ അഭിമുഖം നടത്തിയപ്പോൾ സാറ് പറയുകയുണ്ടായി, ഒരു ദൈവവിളി, ഒരു ധ്യാനമൊക്കെ കൂടിയപ്പോൾ ഒരു ദൈവവിളി ഉണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങാനും ഇതുപോലൊരു ശുശ്രൂഷയിലേക്ക് വരാനിടയായതുമെന്ന്. അങ്ങനെ ഒരു ദൈവവിളിയുടെ ഫലമായിട്ടാണ് നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. എന്തായാലും നിങ്ങൾ ഇവിടെ എത്തിച്ചേരാനുള്ള ഒരു ദൈവവിളി തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രസിഡന്റ് തോമസ് ഏട്ടനാണ് ഈ ഇതിൻ്റെ സ്ഥാപനത്തിൻ്റെ ഭരണ തന്ത്രം ബിനോയ് കൈമാറിയത്. തോമസേട്ടനാണ് അവസാനമായിട്ട് ദൈവത്തിൻ്റെ വിളി ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾ മണ്ണാർപ്പാറ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ അംഗങ്ങളായിരുന്നു. ഞാൻ തോമസേട്ടനും ഇപ്പോഴും അംഗങ്ങളാണ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ ഒരു ശുശ്രൂഷ ചെയ്യണമെന്നുള്ള താല്പര്യപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളിങ്ങനെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പൗലോസ്ലീഹ പറഞ്ഞിരിക്കും, ഞാൻ 2 വർഷം ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ താമസിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്തത്. അപ്പം ഞങ്ങൾക്കതൊരു പ്രചോദനമായിരുന്നു ആ ദൈവവചനം. അപ്പോൾ അത് വെച്ചാണ് തുടങ്ങാൻ ഞാൻ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്തത്. ഞാനിവിടെ വരാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷത്തോളമായി. ഞാൻ ഇന്ത്യയിലും വിദേശത്തുമായി ഏകദേശം 32 വർഷത്തോളം ജോലി ചെയ്ത ഒരു വ്യക്തിയാണ്. നാട്ടിൽ വന്നതിന് ശേഷം എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ സോഷ്യൽ സർവീസ് തന്നെയാണ്. പള്ളിയിലാണെങ്കിലും ഞങ്ങൾ അവിടുത്തെ വിൻസെൻ്റ് ഡി പോളിലും അവിടുത്തെ പിതൃവേദി അങ്ങനെയുള്ള സംഘടനകളിലെല്ലാം പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതോടൊപ്പം തന്നെ എനിക്ക് കിട്ടുന്ന സമയം ഇവിടെ വന്ന് അത് വേണ്ട വിധത്തിൽ ഇവർക്ക് വേണ്ടി വിനിയോഗിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. ദൈവം പറഞ്ഞതുപോലെ സുവിശേഷം നമ്മൾ പറയുന്നു, കേൾക്കുന്നു, വായിക്കുന്നു. ബലിയല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, കരുണയാണ്. ഇങ്ങനെയുള്ള ആൾക്കാരോട് കരുണ കാണിക്കാനായിട്ടാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ഒരു സന്ദേശം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും അതോടൊപ്പം എന്നെ തോമസ് ചേട്ടൻ ഇങ്ങോട്ട് ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടെ ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ വ്യാപൃതനാകുവാനും കാര്യങ്ങളൊക്കെ ഒരുമാതിരി കൃത്യമായി ക്രമീകരിച്ച് കൊണ്ടുപോകാനും കഴിയുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഇവരെ കാണുമ്പോൾ നമുക്കുള്ള ആ വിഷമം, ഇവരെ കേൾക്കാനുള്ള ഒരു സൗമനസ്യം, അതൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ടാണ് ഞാൻ കുറച്ചുകൂടെ അതിലേക്ക് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിവിടെ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയിട്ട് 2005 വന്നാണ്. 19 വർഷമായി. ആദ്യമായിട്ട് വരുമ്പോൾ എനിക്ക് വിഷമമായിരുന്നു, ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്നുള്ള പേടിയായിരുന്നു. ഒരാഴ്ച വന്ന് നിൽക്കട്ടെ, നിന്ന് നോക്കട്ടെ എന്നാണ് വിചാരിച്ചത്. പക്ഷേ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പോൾ ഇത്രയും വർഷമായി എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അവർക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാപനം ഇല്ലായിരുന്നെങ്കിൽ ഇവരൊക്കെ എന്തായിരുന്നു ഇവരുടെ അവസ്ഥ? കാരണം ഇവരെ വീടുകളിലൊക്കെ നിർത്തി സംരക്ഷിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. സൈക്കാട്രി മരുന്നൊക്കെ കറക്റ്റ് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഇവർ പുറകോട്ട് പോകും. ഇപ്പോൾ വീടുകളാണെങ്കിൽ മരുന്നൊക്കെ മെഡിസിൻ തീർന്നു പോകുമ്പോഴത്തേനും മേടിക്കാനുള്ള ബുദ്ധിമുട്ട് കാണുമല്ലോ. അതൊന്നും ഇവിടെ ഇല്ലാതെ ഒരു നേരം പോലും മരുന്നൊന്നും മുടക്കാതെ പോകുന്നതുകൊണ്ട് ഇവർക്ക് നല്ല മാറ്റമുണ്ട്. പിന്നെ ഇവർക്ക് ഇവിടെ ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയിൽ ഇവർ സന്തോഷമായിട്ട് പോകുന്നു. കർത്താവിൻ കുഞ്ഞുങ്ങളിൽ ആനന്ദരായ നീലക്കണ്ണ നിന്നെ കണ്ടു ഗുരുവായൂർ നടയിൽ ഒടക്കുഴലിൽ നാദം കേൾക്കേ മിഴിക കടലായി ഞാൻ. എല്ലാവരും ഒന്നിച്ച് 1 2 3. സന്തോഷത്തോടെ ചിരിച്ചേ, എല്ലാവരും ചിരിച്ചേ. ഷീജ ശരിക്കും ക്ലാപ്പ് ചെയ്തുകൊണ്ടൊന്ന് ചിരിച്ചേ. എന്തേ നമ്മുടെ ഷീല വർഗീസ് എന്തേ? ഒന്ന് ചിരിച്ചേ. അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ചിരി വരും അല്ലേ? എൻ്റെ പേര് അഞ്ജു. ഞാൻ ഇവിടുത്തെ സൈക്യാട്രിക് സോഷ്യൽ വർക്കറാണ്. ഞാൻ 7 മാസം ഇവിടെ വർക്ക് ചെയ്തിരുന്നു. വീണ്ടും 2 മാസം ഇപ്പോൾ ആയി വീണ്ടും വന്നതാണ്. ഇവിടെ 58 പേഷ്യൻസ് ഉണ്ട്. അവരുടെ എക്സസൈസ്, യോഗ, കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. കൂടാതെ പടം വരയ്ക്കുന്ന കുറേ പേര് ഇവിടെ ഉണ്ട്. അവരെ കൊണ്ട് പടം വരയ്പ്പിക്കും. കളികൾ, അവരെ എപ്പോഴും എൻഗേജ്ഡ് ആക്കി വെക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. എൻ്റെ മാക്സിമം ഞാൻ ഇവരെ ഹാപ്പി ആയിട്ട് വെക്കാൻ തന്നെ ശ്രമിക്കാറുണ്ട്. ഡൗൺ ആയി പോകുന്ന സമയത്ത് അവർക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കാറും ക്ലാസ്സുകൾ കൊടുക്കാറും കൗൺസിലിംഗ് നടത്താറുമുണ്ട്.
മാതാപിതാക്കൾ മരിച്ചു പോകുമ്പോൾ, സഹോദരങ്ങൾ ശ്രദ്ധിക്കപ്പെടാതിരിക്കുമ്പോൾ മാനസിക വ്യത അനുഭവിക്കുന്ന മക്കൾക്ക് കരുതലും കൈത്താങ്ങുമായി മാറുകയാണ് ഈ സ്ഥാപനം. ഈ സ്ഥാപനം ഇനിയും അനുദിനം മുന്നേറട്ടെ. ഇവരെയൊക്കെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ നമുക്കും കഴിയട്ടെ. അത് നമ്മുടെയും കടമയാണ്. ഇതോടുകൂടി ഈ ഡോക്യുമെൻ്ററി ഇവിടെ പൂർണ്ണമാവുകയാണ്.